കേരളത്തിൽ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്ററിൽ MDMA വിൽക്കുന്ന മൊത്ത വിതരണക്കാരനെ കേരള പോലീസ് പിടികൂടി. അദ്ദേഹം ഒരു BCA വിദ്യാർത്ഥിയാണ് പോലും. അപ്പോൾ BCA വിദ്യാർത്ഥിയായിട്ടുള്ള ഇയാൾ ആഫ്രിക്കയിലെ ടെൻസാനിയയിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുകയാണ്. അയാൾ പഠിക്കുകയാണോ അതോ മയക്കുമരുന്ന് വിൽക്കുകയാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇയാളെപ്പോലെയുള്ള വിദേശികൾ കേരളത്തിൽ ഇന്ത്യയിൽ വന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കൂടുതൽ ലക്ഷ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പഠിച്ചിട്ട് അവർക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവനവിടെ വന്നിട്ട് ടൺ കണക്കിന് മയക്കുമരുന്ന് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിച്ച് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുപാട് കുടിയേറ്റക്കാരെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ നമുക്ക് പലർക്കും ദുഃഖമാണ്. പക്ഷേ ഈ കുടിയേറ്റക്കാർ എന്ന് പറയുന്ന ആളുകൾ അധികം പേരും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്. അവർ ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കിട്ടുകയാണ്. ഈ ടെൻസാനിയക്കാരനായിട്ടുള്ള ഈ ആഫ്രിക്കക്കാരനും അപ്രകാരമാണ്. അദ്ദേഹം ജീവിക്കാൻ വേണ്ടി വേഷം കിട്ടുകയാണ്. ജീവിക്കാൻ വേണ്ടി വേഷം കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരെ നശിപ്പിക്കുകയാണ്, ഒരുപാട് ചെറുപ്പക്കാരെ നശിപ്പിക്കുകയാണ്, അവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കുകയാണ്, കുടുംബങ്ങൾ തമ്മിൽ തന്നിക്കുകയാണ്, കൊലപാതകം ചെയ്യാൻ പ്രലോഭിപ്പിക്കുകയാണ്, ബലാത്സംഗവും പീഡനം ചെയ്യാൻ പ്രലോഭിപ്പിക്കുകയാണ്, കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രലോഭിപ്പിക്കുകയാണ്. മയക്കുമരുന്ന് ഒരാൾ കഴിക്കുമ്പോൾ ഇതല്ലേ ചെയ്യുന്നത്? കാരണം ആരെങ്കിലും മയക്കുമരുന്ന് കഴിച്ചിട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ വെഞ്ചാറമൂട് കൊലപാതകം കാരണം അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, പീഡനങ്ങൾ, ആക്രമണങ്ങളൊക്കെ സർക്കാർ കണ്ട് മതിയായിട്ട് സർക്കാരിന് പൊറുതിമുട്ടിയിട്ട് അവർ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വേട്ട തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ശക്തമായിട്ടുള്ള കർക്കശമായിട്ടുള്ള നടപടി ഇവർക്കെതിരെ സർക്കാർ സ്വീകരിക്കണം. എന്നിട്ട് അവരെ നാട് കടത്തണം. ജയിലിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കടുത്ത ശിക്ഷ കൊടുക്കണം. നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. തുറന്നു പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ ഒരു വീട്ടിലെ ആണുങ്ങളെ ആക്കുന്നത് ഇതുപോലുള്ള ലഹരികളാണ്. ബലാത്സംഗവും പീഡനവും ചെയ്യാൻ ആളുകളെ പ്രലോഭിപ്പിക്കുന്നത്, അതായത് ഈ മയക്കുമരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ലൈംഗിക ദാഹം വരികയാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം ഉണ്ടാവുകയാണ്. അതാണ് സംഭവിക്കുന്നത്. കാരണം സുബോധം നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ. തലച്ചോറ് തിരിഞ്ഞു പോവുകയാണ്, ചിന്താമണ്ഡലം തിരിഞ്ഞു പോവുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പൈശാചികമായിട്ടുള്ള ഒരു മനോഭാവമാണത്. പക്ഷെ അത് ലഹരിയിലൂടെയാണ് നടക്കുന്നതെന്ന് മാത്രം.